സ്ഥലങ്ങൾ കാണാനാണ് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് കാത്തീഡ്രൽ കാണാൻ പോകുക. നമ്മൾ വണ്ടിക്ക് പോകാനാണ് തീരുമാനിച്ചത്. പിന്നെ ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. ഇവിടെ നടന്ന് വന്ന് കാണുന്നവർക്ക്, ഫ്ലൈറ്റിനൊക്കെ വന്നവർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുമായിരിക്കും ബെറ്റർ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്കൂട്ടർ എടുത്തിട്ട് പോകാം. അതിൽ സ്കാൻ ചെയ്യാനൊരു ആപ്പുണ്ട്. ആ ആപ്പ് അത് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതെ, റഷ്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇച്ചിരി ഉറക്കക്കുറവുണ്ട്, അതിൻ്റെയാണ് കണ്ണൊക്കെ ഇങ്ങനെ നീര് വെച്ചിരിക്കുന്നത്. നമ്മൾ ആൽമാട്ടി സിറ്റി കൂടെയാണ് പോകുന്നത്. തിരക്കാണ്, നല്ല ബിസി ആയിട്ടുള്ളൊരു ടൗണാണ്. പക്ഷേ നടക്കാനൊക്കെ നല്ല സുഖമാണ്. ഫുള്ള് ഫുട്പാത്ത് ഉണ്ട്. അതുപോലെ ഫുട്പാത്തിൻ്റെ സൈഡിൽ മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണലുണ്ട് നടക്കാൻ. ഇനി നടക്കണ്ടാത്തവർക്ക് ഇതവിടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക് ബൈക്കുകൾ ഇരിക്കണുണ്ടോ. ബ്ലൂ കളറിലും ഉണ്ട്, യെല്ലോ കളറിലും ഉണ്ട്. 2 കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം, ഈ സ്കൂട്ടറുകൾ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ ആൾക്കാർ മരിച്ചതിൻ്റെ ഒരു മോണുമെൻ്റാണിത്. ഇവിടുത്തെ ഒരു പഴയ ഓർത്തഡോക്സ് ചർച്ചാണ്. അതിൽ വന്നിരിക്കുകയാണ്. അതിന് ചുറ്റും പാർക്കാണ്. ആൾക്കാർ ഒരു പ്രാവിനൊക്കെ തീറ്റുവാണ്. നടക്കാൻ ഒത്തിരി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ടോപ്പൊക്കെ ഉണ്ട്. ഈ ചർച്ചിൻ്റെ ഉള്ളിൽ വന്നു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോണേ. നന്നായിട്ട് അലങ്കരിച്ച് വെച്ചേക്കാണ്. അവരുടെ മെയിൻ ആൾക്കാരുടെ ഒക്കെ ഇതുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അൽമാട്ടിയിലെ ഫേമസ് മോസ്കായ സെൻട്രൽ മോസ്ക് അൽമാട്ടി കാണാൻ പോവാണ്. നമ്മൾ പോണ ഒരു വെള്ളിയാഴ്ചയാണ്. അവിടെ നിന്ന് മോസ്കിൽ നിന്ന് മോസ്കിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. റോഡിലൊക്കെ നിറച്ച് കാറുകളൊക്കെയാണ്. ഭയങ്കര തിരക്കാണ്. ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നാണ്. എന്നാൽ അതിൻ്റെ അടുത്തെത്തി. സെൻട്രൽ മോസ്ക് അൽമാട്ടി. അകത്ത് കയറാൻ സ്ഥലമില്ല കേട്ടോ. അതുപോലെ തിരക്കാണ്. അതുകൊണ്ട് ആൾക്കാർ പുറത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ സൈഡിലോട്ടൊന്നും എടുക്കാത്തത്. ഗ്രീൻ പാർക്ക് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പിള്ളേർ കളിക്കാനുള്ളത് കണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഫ്ലാറ്റുകളാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങേറ്റത്തൊക്കെ പിള്ളേരുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെല്ലാം ഇങ്ങനെ മരങ്ങൾ നട്ടേക്കാണ്. ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പണിത ബിൽഡിങ്ങുകളാണ്. എല്ലാം ഫ്ലാറ്റ്സ്, എല്ലാം പഴയ രീതിക്കായ ഇതുണ്ട്. എല്ലായിടത്തും ഫുട്പാത്തുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്കവിടെ വീട്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ മോസ്കും ഇതിന് പ്രത്യേകത്തുള്ള ഈ ബിൽഡിങ്ങുകളും ഈ പാർക്കും എല്ലാം 80കളിൽ പണിതാണ്. 80ൻ്റെ ആദ്യത്തിലും 70ലും. പിന്നെ ആ മോസ്കും ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. അന്നേ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ചെയ്തിട്ടുണ്ട്. എല്ലാം ആൾക്കാർക്ക് നടക്കാനുള്ളതും വീട്ടിലോട്ടുള്ള എൻട്രിയൊക്കെ നല്ല പ്രോപ്പറാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അത് നിറച്ച് മരങ്ങൾ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഇതുമാണ്. ഇവിടെ ചൂടാണ്, 10-28 ഡിഗ്രി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്.
ആ കാലങ്ങളിൽ 1970കളുടെ അവസാനം 80കളിലും സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിലായിരുന്നപ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്ങുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ പാർക്കിലായിരുന്നു ഈ സിറ്റിയിലെ മെയിൻ പോപ്പുലേഷൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതും ഗവൺമെൻറ് അണ്ടറിലായിരുന്നു ബിൽഡിങ്ങുകളെല്ലാം. ഇപ്പോഴാണ് പ്രൈവറ്റ് ആൾക്കാരൊക്കെ ഓണ്ടായത്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ളതെല്ലാം ഓണ്ടാണ്. ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പാണ്. ലോക്കൽ ഷോപ്പുണ്ട്, ഫ്രൂട്ട്സ് കടയാണ്. ഒരു ഫ്രൂട്ട്സ് കടയാണിത്. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. സോവിയറ്റ് കാലത്തെ ഫുള്ള് ഫ്ലാറ്റുകൾ. നമ്മളങ്ങ് ദൂരെ കാണുന്ന ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. പഴയൊരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട് അവിടെ, മരത്തിൻ്റെ മറവിലാട്ടോ. ഇവിടുത്തെ ലാംഗ്വേജ്, മെയിൻ ലാംഗ്വേജ് ഇപ്പോഴും റഷ്യൻ ആട്ടോ. ഇതൊക്കെയാണെങ്കിലും കസാക്കി യൂസ് ചെയ്യുന്നുണ്ട്, കസാക്കി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി റഷ്യൻ ലാംഗ്വേജ് ഉണ്ട്. അസ്താന മോട്ടോഴ്സ്, അസ്താന ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇപ്പം അത് നെയിം നൂർ സുൽത്താനാക്കി. ഇപ്പോഴും അസ്താന തന്നെയാണ് ക്യാപിറ്റൽ, പേര് മാറ്റിയെന്നുള്ളൂ. അൽമാട്ടിയുടെ ഒരു പോർട്സ് ഷോപ്പിംഗ് സെന്ററിന്റെ അടുത്തോടെയാണ് പോണേ. വലിയ ബിഗ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോട്ടൽ ഈ ഏരിയയിലാണ്. നോക്കട്ടെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന്. ഇതെവിടെയും കണ്ടായിരുന്നു. അല്ല, ഹോട്ടൽ ഇതിൻ്റെ ബാക്കിലായിരിക്കും. ഈ ടവറിൻ്റെ അടുത്തെത്തി. റേഡിയോ ടവറിൻ്റെ, TV റേഡിയോ ടവറിൻ്റെ അടുത്ത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേബിൾ കാറും ചെല്ലുന്നത്. സ്ലൈഡ് റൈറ്റ്. അതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത്. ചുമപ്പ് ഇതൊക്കെ ഇതുവരെ പുതിയ ബിൽഡിങ്ങുകളുണ്ട്. മലയുടെ താഴ്വാരത്തെത്തി. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോയൽ ടുലിപ്പാണ്, റോയൽ ടുലിപ്പ് ഹോട്ടലാണ്. റോയൽ ടുലിപ്പ് ഹോട്ടൽ അൽമാട്ടി മേളിൽ എഴുതി വെച്ചാണ്. നല്ല രസമുണ്ട് വഴി. മലയുടെ മേളിലോട്ട് പോണ വഴിയാണ്. ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരിക്കും. അങ്ങോട്ട് നമ്മുടെ വണ്ടി വലിക്കണില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരു എക്സ്ട്രാ ആൾ കൂടി ഉണ്ട്. ആ ആളാണ് ഈ 2 ദിവസം റെസ്റ്റ് എടുത്ത് ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി തൂക്കമൊക്കെ വർദ്ധിപ്പിച്ച്. ഇത് ഗ്യാസ് പൈപ്പ് പോകണമെങ്കിൽ ഇപ്പോഴും ഇതാണ് നമ്മൾ മറ്റേ രാജ്യത്തെല്ലാം കണ്ട ഗ്യാസ് പോണാണ്. വീടുകളിലോട്ടും കമ്പനികളിലോട്ടും ഒക്കെ കുക്കിങ്ങും ഹീറ്റിങ്ങിനും വേണ്ടിയുള്ള. ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. ക്രോസിൽ ഇരിക്കുന്നത് ക്യാമറയാണ്. വേണ്ട, അവിടെ മുകളിലിരിക്കുന്ന 40 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റാണ് ഇവിടെ ടൗണുകളിൽ എല്ലായിടത്തും. ഇന്നലെ രാത്രി നമ്മളെ പോലീസ് പിടിച്ചു. അത് ഓവർ സ്പീഡിനല്ല, നമ്മൾ ലൈൻ ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് ഓവർടേക്ക് ചെയ്തിട്ട് അവസാനം അവർ $500 ചോദിച്ചു. പിന്നെ 300 ആക്കി. അവസാനം നമ്മൾ $50 കൊടുത്ത് സെറ്റിൽ ചെയ്തു. പുള്ളി അത് മേടിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് വിട്ടുപോയി.